പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ വരുന്ന പേപ്പറായ എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 8ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അടുത്ത പാർട്ട് വീഡിയോസ് ആണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ 1-2 പാർട്ട് നമ്മൾ മുമ്പ് അവതരിപ്പിച്ചു. അതിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോസിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ടുള്ള തുടർച്ചയായിട്ടുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യേണ്ടത്. അവർക്ക് മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം അവർ പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് യാത്ര. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് പ്രകാരവും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പ്രകാരമാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അവർക്ക് ഈ 60-40% എന്നുള്ള നിയമം ബാധകമല്ല. 24 ശേഷം അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമാണ്. അപ്പൊ ഇതൊരു പ്രോബ്ലം ചാപ്റ്റർ ആണ്. നമ്മളെ ന്യൂ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററാണ്. 7 വരെയുള്ള ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. 8ൽ തന്നെ നമ്മൾ കുറെ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ തുടക്ക ഭാഗങ്ങൾ എടുത്തു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിൽ അരിത്തമാറ്റിക് മീൻ എടുത്തു. അതേപോലെ തന്നെ ഇനി നമ്മൾ മീഡിയനിലെ അവസാന മെത്തേഡാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ് സീരീസ് അല്ലെ. മീഡിയനിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എടുത്തു, ഡിസ്ക്രീറ്റ് എടുത്തു, കണ്ടിന്യൂസ് സീരീസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിൽ വേണം എഴുതാം. പ്രോബ്ലംസ് ഒക്കെ പരമാവധി നമുക്ക് ഇങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ എഴുതി ചെയ്യായിരിക്കും നല്ലത്. അതിന്റെ ഇക്വേഷൻ ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാം. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതാവുന്നതാണ്. അപ്പൊ കണ്ടിന്യൂസ് സീരീസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല് തന്നിട്ടുണ്ടാവും. ഇതേ മോഡൽ 0 to 10, 10 to 20, 20 to 2, അതേപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തരുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ട്. Median is the central value of a series when the data are arranged and ascending or descending order. ഒരു സീരീസിലെ സെൻട്രൽ വാല്യൂ ആണ് എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. അവിടെ ഡാറ്റകളെ ഒന്നില്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ ഡിസെൻഡിങ് ഓർഡർ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അവരോഹണ ക്രമത്തിലാക്കി അതിന്റെ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കുകയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അത് ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂ മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള ഒബ്ജക്റ്റുകളും സംഖ്യാരൂപത്തിലുള്ളത് മാത്രമല്ല മീഡിയയിൽ വരുന്നത്. ഒബ്ജക്റ്റുകളും വേണമെങ്കിൽ മീഡിയയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറയുന്നത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേറ്റ് മീഡിയൻ ആണ്. മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. ഇപ്പൊ കുറച്ച് ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. മാർക്ക് നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നെ 0 to 10, 0-ന്റെയും 10-ന്റെ ഇടയിൽ കിട്ടിയ കുട്ടികൾ 5 ആണ്. 10-ന്റെയും 20-ന്റെ ഇടയിൽ വെച്ചുള്ള കുട്ടികൾ 10 ആണ്. 20-ന്റെയും 30-ന്റെ ഇടയിൽ വെച്ചുള്ള 15 ആണ്. 30-ന്റെയും 40-ന്റെ ഇടയിലുള്ളത് 20 ആണ്. ഇത് വെച്ച് മീഡിയൻ കണ്ടുപിടിക്കും. അപ്പൊ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. ഇന്റിജർ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മുടെ ഇക്വേഷന് സൈസ് ഓഫ് n+1/2 ആയിട്ടാണ്. ഇൻഡിവിജ്വൽ ഡിസ്ക്രീറ്റിൽ ഒരേ ഇക്വേഷൻ ആണ്. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ആണ് n1+. ഇതെല്ലാവരും എഴുതി വെക്കണം. n/2 - CF / F × C. L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് എ സീരീസ് ആണ്. ഒരു സീരീസ് ലോവർ ലിമിറ്റ് ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫിഗേഴ്സ്. C എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രൊസീഡിംഗ് ഐറ്റം ആണ്. എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. ഇൻറ്റു സി വരും അല്ലെങ്കിൽ ഐ വരും. ക്ലാസ് ഇന്റർവെൽ നമ്മൾ 0-ന്റെയും 10-ന്റെ ഇടയിലുള്ള വ്യത്യാസത്തിൽ 10 ആണ്. 10-ന്റെ ഇടയിലുള്ള വ്യത്യാസത്തിൽ 20. അതാണ് സി അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിലെ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്ത പോലെ തന്നെ 3ാമതൊരു കോളമാണ്. നമുക്ക് ഇവിടെ എന്ത് വേണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത കോളം CF അല്ലെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് എഴുതാം. ഇത് X ആണ്, ഇത് F ആണ്. തേർഡ് കോളം CF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് എഴുതാം. ഷോർട്ട് ആക്കി CF ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കാണുന്നത് എങ്ങനെ, ഈ ഫ്രീക്വൻസി ഉണ്ട്. 2ാമത്തെ കോളാണ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയുടെ ഫസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എഴുതാം 5. പിന്നെ 5ഉം 10ഉം എത്ര, 15. പിന്നെ 15 കൂടെ 15 പ്ലസ് ചെയ്യാം 30.
30 കുറെ 20 പ്ലസ് ചെയ്യാം 50 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് കിട്ടും. ഓക്കെ, ഇക്വേഷനിൽ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് L1 കിട്ടണം. L1 കിട്ടണമെങ്കിൽ n/2 ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് n/2 എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. n/2 കിട്ടിയാലാണ് L1 കിട്ടുള്ളൂ കേട്ടോ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈക്വൽ ടു സിഗ്മ എഫ് ആണ്. എഫിന്റെ ടോട്ടൽ ആണ് n കേട്ടോ. ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും n എന്ന് പറയുന്നത് എഫിന്റെ ടോട്ടലാണ്. അറിയാതെ ചില ആളുകൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് n അത് എഴുതിയെടുക്കും. അത് ഇൻഡിവിജ്വൽ സീരീസിലാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ n എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഇതിന്റെ ടോട്ടൽ 20 15 35 10 45 50. ഈ എഫ് തെറ്റുണ്ടോ എന്ന് അറിയണമെങ്കിൽ സി എഫിലെ അവസാന എമൗണ്ട് കണ്ടോ 50 ആണ്. എഫിന്റെ ടോട്ടൽ 50 ആയിരിക്കും, സി എഫിലെ അവസാന എമൗണ്ട് 50 ആയിരിക്കും. അത് തമ്മിൽ മാച്ച് ഉണ്ടോ നോക്കിയാൽ മതി. മാച്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ 50 ആണ് പറയുന്നത്. 50/2 ഈക്വൽ ടു 25ാമത്തെ ഐറ്റം. ആൻസർ ഇല്ലെങ്കിൽ 25. ഈ 25 ഇതിൽ എവിടെ വരുന്നുണ്ട്? 5 കഴിഞ്ഞിട്ടാണ് 15, 15 കഴിഞ്ഞിട്ടാണ് 25. അപ്പൊ 15 കഴിഞ്ഞിട്ടുള്ള സംഖ്യ എത്ര? 30 ആണ്. അപ്പൊ 25 വരുന്നത് 15 കഴിഞ്ഞിട്ടാണ്. 15 കഴിഞ്ഞിട്ടാണ് ഏകദേശം 30 കടക്കുന്ന 25. ഓക്കെ, അപ്പൊ അതിന് നേരം 25ാമത്തെ ഐറ്റം. 25ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാല് 25, അതായത് 25 വരുന്നത് ഏകദേശം ഏതിലാന്നുള്ളത് 30ലാണ് വരും. 15 എന്ന് പറയുമ്പോൾ 15ന് താഴെ വരുള്ളൂ. ഈ 30 എന്ന് പറയുമ്പോൾ 30ന്റെ താഴെ ഉള്ളതൊക്കെ പെടും. 15ന്റെ 30ന്റെ ഇടയിൽ. 50 എന്ന് പറയുമ്പോൾ 30ന്റെ 50ന്റെ ഇടയിലാണ്. അപ്പൊ 30 എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 15ന്റെ 30ന്റെ ഇടയിലാണ്. ആ 15ന്റെ 30ന്റെ ഇടയിലുള്ള സംഖ്യയാണ് 25. ആ 25 എടുക്കണം 30ലാണ്. അതിന് നേരെ റൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ L1 എന്ന് പറയുന്നത് ഈ ക്ലാസ് ഇന്റർവെല്ലാണ്. ഈ L1 എന്ന് പറയുന്നത് ഇത് റൗണ്ട് ചെയ്തതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇതാണ് L1 എന്ന് പറയുന്നത്. ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പൊ 20 ആണ് ഇവിടെ L1 വരുന്നത്. 20 പ്ലസ് n/2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 25 കിട്ടിയിട്ടുണ്ട്. 25 മൈനസ് സി എഫ് പലരും തിരിച്ചിരിക്കും. സി എഫ് പലരും എന്ത് ചെയ്യും? ഈ റൗണ്ട് ചെയ്തത് എഴുതിയത്. ഇവിടെ നമ്മൾ സി എഫ് എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി പ്രിസീഡിംഗ് ക്ലാസ്. നമ്മൾ റൗണ്ട് ചെയ്ത കുമുലേറ്റീവിന്റെ തൊട്ട് മുമ്പുള്ളതാണ് സി എഫ് വരുന്നത്. അതാണ് ഇവിടെ എടുക്കേണ്ടത്. അറിയാതെ പലരും ഈ 30 എഴുതിയത്. അപ്പൊ റൗണ്ട് ചെയ്ത് തൊട്ട് മുമ്പുള്ള എത്ര? 15 ഡിവൈഡ് ബൈ എഫ്. റൗണ്ട് ചെയ്തതിന് ശേഷം നേരെയുള്ള എഫ് എത്ര? 15 ഇൻറ്റു സി. സി എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റുവിന്റെ ആവശ്യമില്ല കേട്ടോ, അത് നിർബന്ധമല്ല. സി എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യത്യാസം 20 30ന്റെ വ്യത്യാസം 30 20 പോയാൽ 10. അതാണ്. ഇനി ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 20 അങ്ങനെ തന്നെ നിലനിർത്തണം. 25 15 പോയാൽ 10 കേട്ടോ. 10/15 ഇൻറ്റു 10. അപ്പൊ 20 പ്ലസ് 10 ഇൻറ്റു 10 എത്ര? 100. 100/15. അപ്പൊ നമ്മൾ പരീക്ഷകൾ കാൽക്കുലേറ്റർ കൊണ്ടാകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ എവിടെ ചെയ്യാം? 100/15 എത്ര എന്നുള്ളത് ഇങ്ങനെ ചെയ്ത് പഠിക്കണം. പരീക്ഷ എക്സാമിന് കാൽക്കുലേറ്റർ പറ്റില്ല. അപ്പൊ 100 എത്ര 15 ഉണ്ട് നോക്കാം. 15 75 6 90 ആണ്. 10 പിന്നെ 100 6.6 കേട്ടോ. അപ്പൊ 20 പ്ലസ് 6.6 എന്ന് പറഞ്ഞാൽ 26.66 ആണ് നമ്മുടെ ആൻസർ. ബി കേട്ടോ. ഈ 20 കിട്ടിയ ആൻസർ നമ്മൾ റൗണ്ടിന്റെ ഇടയിലായിരിക്കും. 20 30ന്റെ ഇടയിലല്ലേ ഏത് നടക്കുന്നത്? 26. അപ്പൊ മീഡിയം എന്ന് പറയുന്നത് 26.6. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, നന്നായിട്ട് വായിക്കും. ഓക്കെ, ഇതാണ് കണ്ടിന്യൂസ് ചെയ്ത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനും മീഡിയം കഴിഞ്ഞു. ഇനി മോഡാണ് കേട്ടോ. മെഷേഴ്സ് സെൻട്രൽ സെന്റൻസിന് നമുക്ക് അടുത്ത് പഠിക്കാം. മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടാണ്. ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യയാണ് മോഡ്. ഇവിടെ നമുക്ക് 3 സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റ്, ഒരു സീരീസിൽ ഏറ്റവും ആവർത്തിക്കുന്ന സംഖ്യയാണ് എന്ത്? മോഡ്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഡാറ്റകൾ തന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഒറ്റ ഡാറ്റ മാത്രം ഇവിടെ തന്നിട്ടുള്ളൂ. അതാണ് എക്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ് മാത്രം തന്നിട്ടുള്ളൂ. ഒരു ക്ലാസ്സിലെ കുട്ടിയുടെ മാർക്കാന്ന് വിചാരിക്കാം. ഒരു കുട്ടിക്ക് 5 10 15 20 10 30 20 30. മോഡിന്റെ ഇക്വേഷൻ എന്താ? മോസ്റ്റ് റിപ്പീറ്റഡ്, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതിൽ ഏതാണ്?
5 ഒരു പ്രാവശ്യമാണ് 10, നമുക്ക് 1 2 3 പ്രാവശ്യം 10 ഉണ്ട്. 15 ഒറ്റ വട്ടം ഉള്ളത്, 20 2 വട്ടം ഉണ്ട്, 30 1. അപ്പൊ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് 10 ആണ്. 1 2 3 അല്ലേ? അപ്പൊ മോഡ് ഈക്വൽ ടു, അപ്പോൾ ഇങ്ങനെ എഴുതണം നമ്മള് 10 is repeated 3 times. 10 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. സോ മോഡ് ഈസ് 10. മോഡ് എന്ന് പറയുന്നത് 10 ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ മോഡിന്റെ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും അടുത്ത വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. NISന്റെ +2 SSLC അഡ്മിഷൻ, അതുപോലെ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2, അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ, ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് SSLC +2, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഗൈഡുകളും സ്റ്റഡി മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നതാണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.